നമസ്കാരം. കോവിഡിനെ ലോകം അതിജീവിച്ച് വരുന്നതേയുള്ളൂ. അപ്പോഴിതാ ഇടുത്തി പോലെ അടുത്ത മഹാമാരി വരുന്നു. ഒന്നിനു പിറകെ ഒന്നായി ലോകത്തെ വേട്ടയാടുകയാണ്. കോവിഡ് കാലം നാം മറക്കാനിടയില്ല. ഉറ്റവരെയും ഉടയവരെയും കവർന്നെടുത്ത കോവിഡിനെ എങ്ങനെ മറക്കാനാണ്? എംപോക്സ് അല്ലെങ്കിൽ മങ്കി പോക്സ് എന്ന രോഗമാണ് പുതിയ ആശങ്കയ്ക്ക് കാരണമായിരിക്കുന്നത്. കുരങ്ങുപനി എന്നാണ് ഇതിൻ്റെ പഴയ പേര്. ഇതിനോടകം 6 രാജ്യങ്ങളിൽ എംപോക്സ് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. കേരളത്തിലും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ പുറത്തിറക്കിയിട്ടുണ്ടെന്നും അതുപ്രകാരം ഐസൊലേഷൻ, സാമ്പിൾ കളക്ഷൻ, ചികിത്സ എന്നിവയെല്ലാം ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്നും മന്ത്രി വീണ ജോർജ് അറിയിച്ചിട്ടുണ്ട്. രോഗം റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക് എന്തെങ്കിലും രോഗലക്ഷണം ഉണ്ടായാൽ വിമാനത്താവളത്തിലെ സർവൈലൻസ് ടീമിനെ അറിയിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. എംപോക്സ് രോഗികളെ ക്വാറന്റൈൻ ചെയ്യുന്നതിനും ചികിത്സിക്കുന്നതിനും ഡൽഹിയിലെ 3 സർക്കാർ ആശുപത്രികൾ തയ്യാറായി കഴിഞ്ഞു. എംപോക്സ് കേസുകൾ കൈകാര്യം ചെയ്യാൻ ആശുപത്രികൾ സജ്ജമാക്കാൻ എല്ലാ സംസ്ഥാനങ്ങളോടും കേന്ദ്ര സർക്കാർ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. നിലവിൽ രാജ്യത്തെ 32 ലാബോറട്ടറികളിൽ എംപോക്സ് പരിശോധിക്കാൻ സൗകര്യമുണ്ട്. ലോകരാജ്യങ്ങളിൽ എംപോക്സ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യയും മുൻകരുതൽ നടപടികൾ ആരംഭിച്ചത്. ഇന്ത്യയിൽ ആദ്യമായി 2022 ഈ രോഗം റിപ്പോർട്ട് ചെയ്തത്, അതും കേരളത്തിൽ. എമർജൻസി വാർഡ് തയ്യാറാക്കൽ, വിമാനത്താവളങ്ങളിൽ മുന്നറിയിപ്പ് നൽകൽ എന്നിവ ഉൾപ്പെടെയുള്ള മുൻകരുതൽ നടപടികൾ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ടെന്ന് ആരോഗ്യ മന്ത്രാലയവും വ്യക്തമാക്കിയിട്ടുണ്ട്. ആഗോളതലത്തിൽ എംപോക്സ് വ്യാപിക്കുന്ന പശ്ചാത്തലത്തിൽ മുൻകരുതലുകൾ എടുക്കണമെന്ന് ലോകാരോഗ്യ സംഘടനയും പറയുന്നുണ്ട്. നേരത്തെ കെനിയയിൽ കണ്ടെത്തിയ എംപോക്സിന്റെ ക്ലെയ്ഡ് 2B വകഭേദം ഭീതി വിതച്ചിരുന്നു. അതിനേക്കാൾ തീവ്രവും വ്യാപനശേഷിയുമുള്ളതുമാണ് നിലവിൽ പടരുന്ന ക്ലെയ്ഡ് 1 വകഭേദം. ഇതിനകം 1 ലക്ഷത്തോളം പേർക്കാണ് രോഗം ബാധിച്ചത്. 2022 മുതൽ 116 രാജ്യങ്ങളിൽ നിന്ന് 99,176 കേസുകളും 208 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നു. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗമാണ് എംപോക്സ്. വസൂരി അല്ലെങ്കിൽ ചിക്കൻ പോക്സിന്റെ ലക്ഷണങ്ങളുമായി എംപോക്സിന് വളരെയധികം സാമ്യമുണ്ട്. മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്കും രോഗം പകരാനുള്ള സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പനി, തലവേദന, നടുവേദന, പേശിവേദന, ഊർജ്ജക്കുറവ് എന്നിവയാണ് എംപോക്സിന്റെ പ്രധാന രോഗലക്ഷണങ്ങൾ. പാകിസ്ഥാൻ, സ്വീഡൻ, കെനിയ, റുവാണ്ട, ഉഗാണ്ട, ബുറുണ്ടി എന്നിവിടങ്ങളിൽ ഈ വകഭേദം സ്ഥിരീകരിച്ചിരുന്നു. 2022 മുതലുള്ള കണക്ക് പ്രകാരം തായ്ലൻഡിൽ 800 എംപോക്സ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. മധ്യ ആഫ്രിക്കൻ രാജ്യമായ കോങ്കോയിൽ 500 പേരുടെ ജീവൻ ഇത് നേരത്തെ തന്നെ അപഹരിച്ചിരുന്നു. 1970-ൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ 9 മാസം പ്രായമുള്ള കുഞ്ഞിൽ രോഗം സ്ഥിരീകരിച്ചതോടെയാണ് ആദ്യമായി മനുഷ്യരിലും രോഗം കണ്ടുപിടിച്ചത്. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ ഈ വർഷം മാത്രം 16,700 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. ഇനിയൊരു മഹാമാരി ഈ ലോകത്തുണ്ടാകാതിരിക്കട്ടെ. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.